2009 പുറത്തിറങ്ങിയ ട്രയാങ്കിൾ എന്ന മൂവിയുടെ പാർട്ട് 2 എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. ഓൾറെഡി ചാനലിൽ പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഉറപ്പായും പാർട്ട് 1 എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. പാർട്ട് 1 വീഡിയോ കാണാനായി മുകളിൽ കാണുന്ന ഐ കാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കാണാവുന്നതാണ്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ആദ്യത്തെ ജെസ് അവരെ കാണാതെ എമർജൻസി റൂമിനകത്ത് കയറുന്നതാണ്. അങ്ങനെ അവൾ അകത്തേക്ക് വന്ന് ഗ്രെഗ് പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് തലപ്രാന്ത് പിടിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ ഇരിക്കുന്നതിന്റെ താഴെ കുറെ പേപ്പർ കഷ്ണങ്ങൾ കിടക്കുന്നു. അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഇഫ് ദേ ബോട്ട് കിൽ ദം ഓൾ എന്ന് എഴുതിയിരിക്കുകയാണ്. അതുപോലെ ഒരുപാട് പേപ്പർ അവിടെ കിടപ്പുണ്ട്. അതിലും അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നു. ഇത് കണ്ട് ഇതെന്റെ കൈവശമല്ലേ എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് കണ്ട ഡയറി എടുത്ത് അതുപോലത്തെ വാക്ക് എഴുതുകയാണ്. ഇവൾ ഇപ്പോൾ എഴുതിയ വാക്കുകളും മുമ്പ് അവിടെ കിടന്ന പേപ്പറിൽ ഉണ്ടായിരുന്ന വാക്കുകളും ഒരേ കൈവശമാണ്. ഇവിടെ കിടക്കുന്ന അത്രയും പേപ്പറുകൾ എഴുതിയത് ജെസ് തന്നെയാണ്. ഒരു 30-40 പേപ്പറെങ്കിലും ഇവിടെ കാണുകയാണ്. അങ്ങനെയെങ്കിൽ അത്രയും പ്രാവശ്യം ജെസ് ഇവിടെ വന്നിട്ടുണ്ട്. ജെസ് നോക്കുമ്പോൾ അവിടെയൊക്കെ ബ്ലാക്ക് ജാക്കറ്റ് ഡ്രസ് ഇരിക്കുന്നത് കാണുന്നു. എന്നിട്ട് മറ്റൊരു ഡോർ തുറക്കുമ്പോൾ അവിടെ കുറെ ഷോട്ട് ഗണ്ണുകൾ ഇരിക്കുന്നത് കാണുകയാണ്. അതിലൊരു ഗണ്ണെടുത്ത് കണ്ണാടിയിൽ വന്ന് നോക്കിയിട്ട് ഈ ലൂപ്പ് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുന്നു. എന്നിട്ട് സൈഡിൽ മാറിയിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് അവൾ ഇരിക്കുന്നതിന്റെ താഴെ ഗ്രില്ലിന്റെ അകത്തുകൂടെ മറ്റൊരു കാര്യം കാണുന്നത്. അവളുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയുടെ സെയിം ചുട്ടി അതിൽ കുരുങ്ങിക്കിടക്കുന്നു. ഒന്ന് അവളുടെ കഴുത്തിൽ ഇപ്പോഴുമുണ്ട്, ഒന്ന് ഇപ്പോൾ കിട്ടിയതും. പിന്നെ കാണുന്നത് മറ്റൊരു അത്ഭുതം. താഴെ ഇഷ്ടം പോലെ ചുട്ടികൾ കിടക്കുന്നു. ഇവിടെയും ഒരു 30-40 ചുട്ടികളുണ്ട്. അത്രയും പ്രാവശ്യം ജെസ് ഇവിടെ വന്നിട്ടുമുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജെസ് ചിലപ്പോൾ 41ാമത്തെ പ്രാവശ്യം വന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനും മേലെ. അങ്ങനെ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ചുട്ടിയും അബദ്ധത്തിൽ താഴെ പോയി വീഴുകയാണ്. ശേഷം അവൾ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ച് ഷോട്ട് ഗണ്ണിന്റെ ബുള്ളറ്റുകൾ വാരിയെടുക്കുന്നു. ഇവിടെ പ്രസന്റിൽ നിൽക്കുന്ന നമ്മുടെ സള്ളിയെയും ഭർത്താവിനെയും കാണിക്കുന്നു. അവരാണെങ്കിൽ ഹെദറിനെ തപ്പി മുമ്പോട്ട് നടക്കുകയാണ്. ഗ്രെഗ് ആണെങ്കിൽ ജെസ്സിനോട് വഴക്കിട്ട് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ അവളോട് പിണങ്ങി പോകുന്ന ഭാഗമാണ്. ജെസ് തോക്കുമായി അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. അവളുടെ ഉദ്ദേശം എന്തെന്നാൽ ഈ ലൂപ്പ് ഇവിടെ നിർത്തണം. എപ്പോഴത്തെയും പോലെ വിക്ടർ തലമുറിഞ്ഞ് ബ്ലഡുമായി നടന്നു വരികയാണ്. സാധാരണയാണെങ്കിൽ ഇവൻ പോയി ജെസ്സിന്റെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും അവൾ ഇവനെ തള്ളിയിടുകയുമാണ് ചെയ്യുന്നത്. ഈ ലൂപ്പ് ഇങ്ങനെയാണ് ഇവിടെ പലതവണകളായി നടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ ഈ ജെസ് ഇപ്പോൾ അതിനെ ഒരു ചേഞ്ച് വരുത്താൻ പോവുകയാണ്. അതിനായി വിക്ടറിനെ തോക്ക് ചൂണ്ടി ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ ലൂപ്പ് ഇവിടെ ചേഞ്ച് ആവുകയാണ്. സാധാരണ ഇങ്ങനെ ഒന്നുമല്ല ഇവിടെ നടക്കുന്നത്. എന്നാൽ അതിന് ഇവൾ ചേഞ്ച് വരുത്തി. രണ്ടാമത്തെ ജെസ് പഴയതുപോലെ സള്ളി എന്ന് വിളിച്ചുകൊണ്ട് ആ റൂമിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ വിക്ടർ അതുവഴി അവരുടെ മുമ്പിലോട്ട് പോകുമ്പോൾ എപ്പോഴത്തെയും പോലെ വിക്ടർ നിനക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ജെസ് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ ജെസ് ലൂപ്പ് അവിടെ വീണ്ടും ചേഞ്ച് ആക്കുന്നു. അതിനിടയിൽ കയറി തോക്കുമായി രണ്ടാമത്തെ ജെസ്സിനെ വെടിവെക്കാൻ നിൽക്കുന്നു. അങ്ങനെ 2 ജെസ് മുഖാമുഖം നോക്കി നിൽക്കുന്നു. രണ്ടാമത്തെ ജെസ് അത്ഭുതത്തോടെ ആദ്യത്തെ ജെസ്സിനെ നോക്കി മിഴിച്ചു നിൽക്കുകയാണ്. വിക്ടർ ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ദൈവമേ, ഞാനിത് ഏത് ലോകത്താണ് നിൽക്കുന്നതെന്ന് ആലോചിക്കുന്നു. ഇവിടെ ജെസ് നീ ഞാനല്ല, നീ ഒരിക്കലും ഞാനാകില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ട് വെടിവെക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഇവൾക്ക് അവളെ വെടിവെക്കാനായില്ല. അവളെ വെടിവെക്കാൻ ഇവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ഈ സമയം കൊണ്ട് രണ്ടാമത്തെ ജെസ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. തുടർന്ന് ജെസ് വിക്ടറിന്റെ അടുത്ത് വന്നിട്ട് കണ്ടില്ലേ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത് സത്യമല്ലേ, എന്നെ പോലൊരു കോപ്പി ഇതാണെന്നും ഞാൻ നിന്നെ മനഃപൂർവ്വം ആക്രമിച്ചതല്ല, അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്നും പറയുന്നു. അപ്പോഴേക്കും ഒരു വെടിവെച്ച പിന്നിൽ നിന്നും കേൾക്കുന്നു. ഇത് കേട്ട് അയ്യോ എനിക്ക് അവരെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പഴയതുപോലെ ഗ്രെഗ് വെടികൊണ്ട് മരിച്ചു കിടക്കുന്നു. സള്ളി കരയുകയാണ്. ജെസ് അവിടേക്ക് വന്ന് അവരോട് ഇവിടുന്ന് പിന്നിലോട്ടോടി രക്ഷപ്പെട്, മുകളിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെ വെടിവെക്കുന്നതെന്നും പറയുന്നു. ഇവിടെയും ലൂപ്പിനെ ജെസ് ചേഞ്ച് ആക്കുകയാണ്. എന്നിട്ട് തലയിൽ ചാക്ക് കൊണ്ട് മൂടിയിരിക്കുന്ന ആളെ തിരിച്ചു വെടിവെക്കുന്നു. എന്നിട്ട് അവരോട് പറയുകയാണ്, എന്നോടൊപ്പം വരൂ, ഇവിടെ നിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് മുമ്പിലോട്ട് പോകുന്നു. അവളെ ഫോളോ ചെയ്ത് അവരും കൂടെ പോകുന്നു. എന്നിട്ട് തോക്കെടുത്ത് ഡൗണിക്ക് കൊടുത്തിട്ട് നമുക്കിവിടെ നിന്നും ഉടൻ പോകണമെന്നും ഞാൻ പോയി വിക്ടറിനെ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഉടൻ തന്നെ മടിച്ചു നിൽക്കാതെ വെടിവെക്കാൻ പറഞ്ഞ് അവൾ പോകുന്നു.
അവൾ പോയി നോക്കുമ്പോൾ വിക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ആരോ വലിച്ചൊഴിച്ചു പോയതിന്റെ ബ്ലഡ് അടയാളം കിടക്കുന്നത് കണ്ട് അതിനെ ഫോളോ ചെയ്തു പോയി നോക്കുമ്പോൾ ചെന്നെത്തിയത് പുറത്ത് വിൻഡോയുടെ സൈഡിലാണ്. വിക്ടറിനെ വെള്ളത്തിൽ തള്ളിയിട്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അപ്പോഴേക്കും വീണ്ടും അവിടെ വെടിവെച്ച കേൾക്കുന്നു. ഇത് കേട്ട് അവർക്കെന്തെങ്കിലും അപകടം പറ്റി കാണുമെന്ന് കരുതി ജെസ് അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഡൗണി ഇവിടെ തോക്ക് ചൂണ്ടി മുമ്പിൽ നോക്കി പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നു. മുന്നിലായി മറ്റേ ചാക്ക് കൊണ്ട് തലയിൽ മൂടിയിരിക്കുന്ന ആള് നിൽക്കുകയാണ്. തുടർന്ന് അത് ചാക്ക് വലിച്ചു മാറ്റുന്നു. പിന്നെ കാണുന്നത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏവരെയും ഞെട്ടിക്കുന്ന വേറെ ലെവൽ ട്വിസ്റ്റ്. അതും ഒരു ജെസ് ആയിരുന്നു. സത്യത്തിൽ ഞാൻ കിളി പറന്നുകൊണ്ടാണ് ഈ മൂവി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അമ്മാതിരി ഓരോ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ തുടക്കത്തിൽ കണ്ട ഇവരെയെല്ലാം വെടിവെച്ചു കൊന്ന തലയിൽ ചാക്ക് വെച്ചിരുന്ന ആള് ഈ ജെസ് ആയിരുന്നു. ഈ ജെസ്സാണ് എല്ലാവരെയും വെടിവെച്ചു കൊന്നെന്ന കാര്യം നമ്മുടെ പാവം ആദ്യത്തെ ജെസ് അറിയുന്നില്ല. അവൾ അങ്ങനെ പുറത്തേക്ക് നടന്നു വരികയാണ്. നേരത്തെ ആക്രമണത്തിൽ അവളുടെ തലയ്ക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് ഒഴുകുകയാണ്. ഈ ജെസ്സിനെ കണ്ട് ഓ നീയാണോ അവിടെ നിന്നത്, ഞാൻ വിചാരിച്ചു മറ്റേ ആളായിരിക്കുമെന്ന് ഡൗണി പറയുന്നു. ഇവിടെ 2 ജെസ്സുള്ള കാര്യം ഇവർക്ക് അറിയില്ല. തുടർന്ന് വിക്ടറിന്റെ കാര്യം അന്വേഷിക്കുമ്പോൾ അവൻ മരിച്ചെന്ന് ജെസ് പറയുന്നു. അങ്ങനെ വാ നമുക്ക് പുറത്തു പോകാമെന്ന് പറഞ്ഞ് അവൾ അവരെ വിളിച്ചു കൊണ്ടുപോകുന്നു. പാവം സള്ളിയും ഡൗണിയും അറിയുന്നില്ല തങ്ങളുടെ കൂടെ ഇപ്പോൾ പോകുന്ന ആള് മുമ്പ് തങ്ങളെ കൊന്നിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഇനി കൊല്ലാൻ പോകുന്ന കാര്യവും. ആദ്യത്തെ ജെസ് അവിടെ വന്ന് നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. അവൾ അവിടെ കിടന്ന് അവരെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇവിടെ സേഫ് എന്ന് പറഞ്ഞ് അവരെ ഒരു റൂമിനകത്ത് കൊണ്ടുപോയിട്ട് കത്തിയെടുത്ത് ഡൗണിന്റെ കഴുത്തിനെ അറുക്കുന്നു. തുടർന്ന് സള്ളിയുടെ വയറ്റിനും കുത്തുന്നു. അവരുടെ നിലവിളി പുറത്തുനിന്നും നമ്മുടെ ആദ്യത്തെ ജെസ് കേൾക്കുകയാണ്. എന്നിട്ട് വീണ്ടും അവനെ കുത്തിക്കൊല്ലുന്ന സമയത്ത് സള്ളി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഇഴഞ്ഞു നീങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ജെസ് പിന്നിൽ നിന്നും ഓടി വരികയാണ്. സള്ളി നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ അവളും ഓടുന്നു. ഇവിടെ അകത്ത് മറ്റേ ജെസ് അവനെ ക്രൂരമായി കുത്തിമലത്തിയിട്ടിരിക്കുന്നു. സള്ളി ഓടി എമർജൻസി റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. പിന്നാലെ വരുന്നത് ആദ്യത്തെ ലൂപ്പിലുള്ള നമ്മുടെ പാവം ജെസ് ആണെന്ന് ഇവൾ അറിയുന്നില്ല. അവളോടി അവിടെ ഉണ്ടായിരുന്ന റേഡിയോ സ്റ്റേഷനകത്ത് കയറിയിട്ട് എമർജൻസി ഹെൽപ്പ് ലൈനെ വിളിക്കുന്നു. അവൾക്കൊരു ചാനൽ കണക്ട് ആവുകയും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അവരെല്ലാവരും മരിച്ചു, എന്നെ രക്ഷിക്കാനും എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവളിപ്പോൾ സംസാരിച്ചത് വേറെ ആരോടുമല്ലായിരുന്നു. അത് നമ്മുടെ ഗ്രെഗിനോടാണ്. ഗ്രെഗും കൂട്ടരും യാത്ര ചെയ്യുന്ന ബോട്ടിലെ റേഡിയോയിലാണ് ഇവളിപ്പോൾ സംസാരിച്ചത്. തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ, കടൽ കൊടുങ്കാറ്റ് അവരുടെ ബോട്ടിലേക്ക് അടിക്കുന്നതിന് മുമ്പ് സഹായത്തിനായി ഹെൽപ്പ് ലൈനിൽ വിളിക്കുമ്പോൾ മറ്റേതൊരു സ്ത്രീ ഗ്രെഗിനോട് സംസാരിച്ചത്. അപ്പോൾ അവർ സംസാരിച്ചത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സള്ളിയുടെ മുമ്പുള്ള സള്ളിയോടാണ്. എന്നാൽ ഇപ്പോൾ ഇവൾ സംസാരിച്ചത് അടുത്ത ലൂപ്പിൽ ഇവിടെ വരാനിരിക്കുന്ന ഗ്രെഗും കൂട്ടരുടെയും അടുത്താണ്. എന്നെ പോലത്തെ വേറൊരു ഞാൻ നിൽക്കുന്ന ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ വിളിച്ചതെന്ന് പാവം സള്ളി അറിയുന്നില്ല. അങ്ങനെ ജെസ് വരുന്ന സൗണ്ട് കേട്ട് അവൾ അവിടെ നിന്നും ഓടി മുകളിലോട്ട് പോകുന്നു. റേഡിയോയിൽ കൂടി ഗ്രെഗിന്റെ സംസാരം ജെസ് കേൾക്കുകയാണ്. ഇത് കേട്ട് അടുത്ത ലൂപ്പിൽ വരാനിരിക്കുന്ന ഗ്രെഗ് ആണെന്ന് മനസ്സിലായി അവൾ അവനോട് സംസാരിക്കുന്നു. പക്ഷേ കണക്ഷൻ അവിടെ കട്ടാകുന്നു. തുടർന്ന് മുകളിൽ കയറി സള്ളിയുടെ അടുത്ത് പോകുമ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ജെസ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അവിടെ സള്ളിയെ പോലത്തെ ഒരു 30-40 സള്ളിയെങ്കിലും മരിച്ചു കിടക്കുകയാണ്. എന്റെ ദൈവമേ, ഞാനിത് എന്തിനാണ് കാണുന്നതെന്ന് ആലോചിച്ച് അവളവിടെ മുഴുവനും നോക്കുന്നു. പല രീതിയിൽ ഓരോ സള്ളികൾ മരിച്ചു കിടക്കുന്നു. ജെസ് പോയി അവളുടെ ചോദിക്കുന്നു ഡൗണി എവിടെയെന്ന്. നീയല്ലേ കൊന്നത്, നിനക്കറിഞ്ഞുകൂടെ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. സള്ളി വിചാരിക്കുന്നത് തന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ജെസ് ആയിരിക്കും ഇവിടെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്നും ആരൊക്കെയോ അടിപിടി കൂടുന്ന സൗണ്ട് കേൾക്കുന്നു. ജെസ് പോയി നോക്കുമ്പോൾ അവിടെ നടക്കുന്നത് മറ്റൊരു ട്വിസ്റ്റ്. താഴെ വേറെ 2 ജെസ് കിടന്ന് അടികൂടുന്നു. ഇവിടെ ഇപ്പോൾ 3 ജെസ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇതിനു മുമ്പ് വരെ വന്നിട്ടുള്ള ബാക്കി 40ഓളം ജെസ് എവിടെ ഉണ്ടെന്ന് ദൈവത്തിന് തന്നെ അറിയാം. അവിടെ ഒരു ജെസ് മറ്റേ ജെസ്സിനെ കൊന്ന് കടലിൽ തള്ളുന്നു. തുടർന്ന് സള്ളിയോട് പറയുകയാണ്, ഞാൻ വീണ്ടും ഇവിടെ തിരിച്ചു വരും, എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കും, അതുവരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറയുന്നു. അപ്പോഴേക്കും സള്ളി ഇവിടെ മരിക്കുകയാണ്. പിന്നീട് നടക്കുന്നത് വീണ്ടും മറ്റൊരു മാരക ട്വിസ്റ്റ്. ജെസ് കടലിൽ നോക്കുമ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ലൂപ്പിൽ വന്നതുപോലെ അടുത്ത ഗ്രെഗും ബാക്കിയുള്ളവരും മറ്റൊരു ജെസ്സും കൂടെ വീണ്ടും ബോട്ട് തകർന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു.
അപ്പോൾ ജെസ് മനസ്സിൽ മൈരി എന്ത് ചേഞ്ച് ഇവിടെ ഞാൻ വരുത്തിയിട്ടും ലൂപ്പിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നു. ഇതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ജെസ് ലൂപ്പിൽ ഇപ്പോൾ മാറ്റം വരുത്തിയ കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പുള്ള ജെസ്സുകളും ലൂപ്പ് നിർത്താൻ അതേപടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സള്ളി ഇവിടെ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതും ബാക്കിയുള്ളവർ വേറെ രീതിയിൽ മരിച്ചതും. അങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് വരികയാണ്. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നി താഴെ പോകുമ്പോൾ അവർ ഈ കപ്പലിനകത്തേക്ക് കയറി കഴിയുന്നു. തുടർന്ന് അവൾ താഴെ അകത്തേക്ക് പോയി കപ്പൽ നിർത്താൻ എന്തൊക്കെയോ ചെയ്യുകയാണ്. ഭ്രാന്ത് പിടിച്ചതുപോലെ പല സാധനങ്ങളും അടിച്ചു പൊട്ടിക്കുന്നു. ശേഷം അതുവഴി നടന്നു വരുമ്പോൾ വേറെ ജെസ് മുകളിൽ വിക്ടറിനോട് എന്നെ പോലെ ഒരു കോപ്പി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഈ സീൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. അബദ്ധത്തിൽ വിക്ടറിന്റെ തലയിൽ കമ്പി തറച്ചു കയറുന്നത്. രണ്ടാമത്തെ ലൂപ്പിൽ നടന്നതുപോലെ ഇപ്പോൾ മൂന്നാമത്തെ ലൂപ്പിലും സെയിം ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ പഴയതുപോലെ ജെസ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ഈ ജെസ് വിക്ടറിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്നെ മുമ്പ് ഒരുപാട് തവണ രക്ഷിക്കാൻ ശ്രമിച്ചെന്നും ഇത്തവണ ഞാൻ നിന്നെ ഉറപ്പായും രക്ഷിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു പോകുന്നു. അവൾ പോയത് ഡൗണിയെ കൊന്നിട്ടിരിക്കുന്ന റൂമിനകത്താണ്. അവിടെ അവൻ മരിച്ചു കിടക്കുന്നു. അവിടുത്തെ വാഷ് ബേസിനിൽ കിടന്ന ബ്ലഡ് കൊണ്ട് കണ്ണാടിയിൽ ഗോ ടു ദി തിയേറ്റർ എന്ന് എഴുതുകയാണ്. എല്ലാം ഇവിടെ പഴയതുപോലെ തന്നെ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം കാണും, ഇവരൊക്കെ ഇവിടെ മരിച്ചു കിടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അടുത്ത ലൂപ്പിൽ വരുന്ന ഗ്രെഗും കൂട്ടരും ഇവരെ കാണുന്നില്ല? അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീന്. അവൾ ഡൗണിയെ വലിച്ചഴിച്ച് കടലിൽ തള്ളിയിടുന്നു. അതുപോലെ തന്നെ തിയേറ്ററിൽ മരിച്ചു കിടന്ന ഗ്രെഗിനെയും കടലിൽ തള്ളിയിടുന്നു. അപ്പോൾ ഇനി വരുന്ന ഗ്രെഗും കൂട്ടരും ഇവരെ കാണില്ല. എല്ലാം പഴയതുപോലെ ക്ലീൻ ആയിരിക്കും. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ജെസ് തന്നെയാണ്. ഇതിനൊരു എൻഡിങ് ഇല്ല, സർക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. പറഞ്ഞു തീർന്നില്ല, ദാ അടുത്ത ലൂപ്പിലെ ഡൗണിയും സള്ളിയും വന്ന് ഹെദറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ലൂപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പുതിയൊരു പദ്ധതിയുമായി ജെസ് അങ്ങോട്ടേക്ക് എത്തുന്നു. അവളെ കണ്ടതും ഡൗണി പറയുകയാണ്, നിന്റെ ഡ്രസ്സ് എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? നീ ഇതിനകം എപ്പോൾ ഡ്രസ്സൊക്കെ മാറി? ഗ്രെഗ് എവിടെയെന്നും ചോദിക്കുന്നു. അത് ഗ്രെഗ് പറഞ്ഞു നിങ്ങൾ തിയേറ്ററിലോട്ട് വരാനും ഗ്രെഗ് അവിടെ ഉണ്ടെന്നും നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ജെസ് പോകുന്നു. എന്നിട്ട് അവൾ എമർജൻസി റൂമിൽ കയറി തലയിൽ മൂടാനുള്ള ചാക്കുമെടുത്ത് ഷോട്ട് ഗണ്ണും ബുള്ളറ്റും എടുത്ത് അവരെ കൊല്ലാനുള്ള പുറപ്പാടിൽ പോകുന്നു. മുമ്പിൽ ഗ്രെഗ് നടന്നു പോവുകയാണ്. താഴെ തിയേറ്ററിൽ സള്ളിയും ഡൗണിയും ഇരിപ്പുണ്ട്. ജെസ് അവനെ തോക്ക് ചൂണ്ടി വെടിവെക്കാൻ നിൽക്കുന്നു. എന്നെ കൊല്ലല്ലേ, ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്നും ഞാനും എന്റെ കൂട്ടുകാരും അബദ്ധത്തിൽ ഇവിടെ കയറിയതാണെന്നും പറയുന്നു. അപ്പോൾ അവളുടെ ചെരുപ്പ് ഗ്രെഗ് കാണുകയാണ്. ഇത് കണ്ട് ഇത് ജെസ് ആണെന്ന് അവനിക്ക് മനസ്സിലായി. നീ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് മുഖം മൂടി മാറ്റി മുഖം കാണിക്കാൻ പറയുന്നു. നീ എന്റെ മുഖം കാണേണ്ട ആവശ്യമില്ലെന്നും ഇത് നീ ഉദ്ദേശിക്കുന്ന ഞാനല്ലെന്നും ഞാൻ ഇവിടെ മുമ്പേ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും, ഇത് നിർത്തണമെങ്കിൽ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവനെ വെടിവെച്ച് താഴെയിടുന്നു. നമ്മൾ തുടക്കത്തിൽ എന്താണ് കണ്ടത് അതുപോലെ മുകളിൽ നിന്നും ഇവൾ സള്ളിയെയും അവളുടെ ഭർത്താവിനെയും വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജെസ് ഓടി എമർജൻസി റൂമിലേക്ക് കയറി പഴയതുപോലെ കത്തിയെടുത്ത് സ്വയം ജീവൻ രക്ഷയ്ക്ക് മുകളിൽ പോകുന്നു. തന്നെ കൊല്ലാൻ ഓട്ടിക്കുന്നത് താൻ തന്നെയാണെന്ന് ഈ ജെസ് അറിയുന്നില്ല. ശേഷം അവിടെ പഴയതുപോലെ ഒരു ആക്രമണം നടക്കുന്നു. തോക്കെടുത്തെറിഞ്ഞ് അവളെ തള്ളിയിടുന്നു. തുടർന്ന് കോടാലി എടുത്തുകൊണ്ട് അടിപിടി കൂടുന്നു. അവസാനം ആദ്യത്തെ ജെസ്സിനെ വിരട്ടിക്കൊണ്ട് ഇപ്പോഴത്തെ ജെസ് നീ ആരാണെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് വീട്ടിൽ മാത്രം പോയാൽ മതിയെന്നും നിനക്കവരെ കൊല്ലേണ്ടി വരുമെന്നും നീ അവരെ കൊല്ലണമെന്നും പറയുന്നു. ഇത് കേട്ട് ഇപ്പോഴത്തെ ജെസ് അവളെ അടിച്ച് തള്ളിയിടുന്നു. ഇതേ സീനാണ് നമ്മൾ തുടക്കത്തിലും കണ്ടത്. പിന്നീട് കാണിക്കുന്നത് വെള്ളത്തിൽ വീണ നമ്മുടെ ആദ്യത്തെ ജെസ് തീരത്ത് വന്ന് കിടക്കുന്നതാണ്. തിര വന്നടിക്കുമ്പോൾ അവൾ ബോധം എഴുന്നേൽക്കുന്നു. ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്നാൽ ഈ ഒരു സീന് ഇവൾ തന്നെ ബോട്ടിൽ വെച്ച് ഉറക്കത്തിൽ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ അത് സ്വപ്നമല്ലായിരുന്നു എന്നും അത് റിയലായിട്ട് നടന്ന ഒരു കാര്യമാണെന്ന് അവൾക്കിപ്പോൾ മനസ്സിലാകുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് നടന്ന് പോകുമ്പോൾ റോഡ് എത്തുകയാണ്. തുടർന്ന് അവൾ ഓടി ഓടി തന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇവിടെ നടക്കുന്നത് മറ്റൊരു ട്വിസ്റ്റ്. അവിടെ തന്റെ വീട്ടിലെ അയൽവാസിയായ ജാക്ക് എന്ന യുവാവ് പുല്ലുകൾ നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ക്ലീൻ ചെയ്യുന്നു. അവളുടെ സ്വന്തം കാറൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. അവൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ അവളുടെ മകൻ ടോമി പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരത്തിനു ശേഷം മകനെ കണ്ടതിൽ അവൾ സന്തോഷിക്കുന്നു. പെട്ടെന്ന് തൊട്ടടുത്ത് നിന്നും ഒരു ലേഡിയുടെ സൗണ്ട് കേൾക്കുകയാണ്.
അതാരാണെന്ന് കണ്ടവൾ ഞെട്ടിത്തരിച്ചിരിക്കുന്നു. ഇതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റും ത്രില്ലിങ്ങുമായിട്ടുള്ള സീന്. അത് വേറെ ആരുമല്ലായിരുന്നു, അത് ജെസ് തന്നെയായിരുന്നു. അവിടെയും ഒരു ജെസ് നിൽപ്പുണ്ട്. അവൾ തുണികൾ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ട ഈ ജെസ് ചെയ്തതുപോലെ. വീട്ടിനകത്തിരിക്കുന്ന ടോമിയുടെ അമ്മ ആ തുണി പറക്കിക്കൊണ്ടിരിക്കുന്ന ജെസ് എങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ ജെസ് ആരാണ്? ഇത് വലിയൊരു ചോദ്യചിഹ്നം തന്നെ. ഈ ലൂപ്പ് ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഒപ്പം ഇനി ഇവൾക്ക് തന്റെ മകനോടൊപ്പം ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാകുന്നു. കാരണം ഇവിടെ ഒരു ജെസ് ഉള്ളത് കൊണ്ട് ഇവളെങ്ങനെ ഇനി അകത്ത് കയറി പറ്റും? ഈ ജെസ് അകത്ത് ടോമിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ടോമി കാണുകയാണ്. അങ്ങനെ അവൻ പേടിച്ച് തിരിയുന്ന സമയത്ത് കൈതട്ടി ഒരു വാട്ടർ കളർ താഴെ പോകുന്നു. ഇത് കണ്ട് അകത്തുള്ള ജെസ് വന്നിട്ട് നീ വീണ്ടും ഇവിടെ വാട്ടർ കളർ കമത്തിയല്ലേ എന്ന് പറഞ്ഞ് അടി കൊടുക്കുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് ജെസ് കരയുകയാണ്. ശേഷം അകത്ത് ജെസ് വാട്ടർ കളർ തുടച്ച് വൃത്തിയാക്കുന്നു. ഈ സീനാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അപ്പോഴേക്കും പുറത്ത് ജെസ് വന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടി ഒളിക്കുന്നു. അതാരാണെന്ന് അറിയാൻ വേണ്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കാൻ പോകുന്നു. ഈ സമയത്ത് പുറത്ത് ജെസ് പോയി ഗാരേജിൽ നിന്നും ചുറ്റിലെടുത്ത് വീട്ടിനകത്തേക്ക് പോകുന്നു. പഴയതുപോലെ മറ്റ് ജെസ് പുറത്ത് ജാക്കിനോട് ആരെങ്കിലും ഇവിടെ വന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ലാത്ത പക്ഷം അവൾ തിരിച്ചകത്തേക്ക് വന്ന് റൂമിൽ ഇരിക്കുമ്പോൾ പിന്നിൽ നിന്ന് മറ്റ് ജെസ് വന്ന് ചുറ്റില് കൊണ്ട് അവളുടെ തലയിലടിച്ചു കൊല്ലുന്നു. ഇത് മകൻ ടോമി കാണുകയാണ്. അവൻ പേടിച്ചു പോയി നിൽക്കുമ്പോൾ അവനെ എടുത്തിട്ട് പേടിക്കണ്ട, ഞാനാണ് നിന്റെ അമ്മ, ഞാൻ തന്നെയാണ് നിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് നമുക്കിവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബാഗ് എടുത്ത് മരിച്ചു കിടക്കുന്ന ജെസ്സിനെ അതിലാക്കി അവളുടെ കാറിന്റെ ഡിക്കിയിൽ വെക്കുന്നു. നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത് ഇതുപോലത്തെ സെയിം സീനാണ്. അതും മരിച്ച ജെസ്സിനെ തന്നെയാണ് കാറിനകത്ത് വെച്ചത്. അകത്ത് വെച്ച് ടോമിയോട് പറയാണ് നമുക്ക് ഇവിടെ നിന്നും വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം, ഇനി ഒരു പ്രശ്നവും വരില്ലെന്ന്. ടോമി ആണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ എന്തോ വന്ന് കാറിന്റെ കണ്ണാടിയിൽ വന്ന് ഇടിച്ചു വീഴുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതൊരു കടൽ പക്ഷിയാണ് മരിച്ചു കിടക്കുന്നത്. അവൾ അതിനെ എടുത്ത് തൊട്ടടുത്ത് കണ്ട റോഡിന്റെ താഴെ ഭാഗത്ത് വെള്ളത്തിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെയും മറ്റൊരു ട്വിസ്റ്റ്. അവിടെയും ചത്തുപോയ പക്ഷികൾ ഒരുപാട് കിടക്കുന്നു. ഇതുപോലെ ഒരുപാട് തവണ പക്ഷിയെ കൊണ്ട് ജെസ് താഴെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവൾ പേടിച്ചു വന്ന് കാറെടുത്ത് പോകുമ്പോൾ ടോമി കിടന്ന് കരയുകയാണ്. കരയല്ലേ, മിണ്ടാതിരിക്കാൻ തിരിഞ്ഞു നോക്കി ജെസ് പറയുന്ന സമയത്ത് മുമ്പിലൊരു ട്രക്ക് വരുന്നത് ശ്രദ്ധിക്കാതെ അവൾ ട്രക്കിൽ കൊണ്ടിടിക്കുകയാണ്. അങ്ങനെ കാർ മറിഞ്ഞ് തരിപ്പണമാകുന്നു. കുറച്ചു സമയത്തിനു ശേഷം അവിടെ ഒരുപാട് ആളുകൾ കൂടുന്നു. ഡിക്കിയിൽ വെച്ചിരുന്ന മറ്റ് ജെസ് പുറത്ത് വന്നു കിടക്കുന്നു. ഇവരെല്ലാം വിചാരിക്കുന്നത് ഇവൾ കാറിനകത്തിരുന്ന പെണ്ണായിരിക്കുമെന്ന്. തൊട്ടു മുമ്പിലായി ടോമിയും മരിച്ചു കിടക്കുകയാണ്. ആളുകളെല്ലാം ഞെട്ടലോടെ അത് നോക്കി നിൽക്കുന്നു. അതിനോടൊപ്പം മറ്റൊരാളും നോക്കി നിൽക്കുകയാണ്. അത് വേറെ ആരുമല്ല, അത് ജെസ് തന്നെയായിരുന്നു. ജെസ്സിന് ഇവിടെ ഒരു അവസാനമില്ല. താനും തന്റെ മകനും മരിച്ചു കിടക്കുന്നത് താൻ തന്നെ കാണുകയാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ അവളെല്ലാം നഷ്ടപ്പെട്ട് ടാക്സിയിൽ കയറി എവിടെയോ പോവുകയാണ്. എന്നാൽ അവൾ പോയത് എല്ലാം തുടങ്ങി വെച്ച അതേ സ്ഥലത്തായിരുന്നു, ഗ്രെഗ് നിൽക്കുന്ന ഹാർബറിലോട്ട്. അവിടെ വിക്ടർ, പിന്നെ സള്ളി, അവൾ കണ്ടുമുട്ടിയ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഈ സർക്കിൾ ഇവിടെ വീണ്ടും റൊട്ടേഷൻ ആവുകയാണ്. ഒരു എൻഡിങ് ഇല്ലാതെ, ഒരു തുടക്കമില്ലാതെ പാരഡോക്സായി അങ്ങനെ പോകുന്നു. നിങ്ങളും ഒരു ടൈം ലൂപ്പിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക. പെട്ടാൽ അതൊരു പെടലായിരിക്കും, പിന്നെ ഒരു തിരിച്ചുവരവില്ല. ദി എൻഡ് ഈസ് ദി ബിഗിനിങ് ആൻഡ് ദി ബിഗിനിങ് ഈസ് ദി എൻഡ്. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.